ത്രിയേക ദൈവത്തിന് സ്തുതി. നമ്മുടെ മുഖ്യ അതിഥി ബഹുമാനപ്പെട്ട ദിനേശ് ബാബു അച്ഛൻ, പള്ളിയുടെ ട്രസ്റ്റി മിസ്റ്റർ സുനു ജോൺ, സെക്രട്ടറി മിസ്റ്റർ ബിനു വർഗീസ്, ക്രിസ്മസ് ആഘോഷങ്ങൾ കൺവീനേഴ്സ് മിസ്റ്റർ സുനിൽ ബേബി, സന്തോഷ്, മനോജ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, വിവിധ ആത്മീയ സംഘടനകളുടെ ഭാരവാഹികൾ, മെമ്പേഴ്സ്, കുഞ്ഞുങ്ങളെ, വളരെ സന്തോഷത്തോടു കൂടി ആണ് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. സർവശക്തനായ ദൈവം നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ ജന്മപ്പെരുന്നാൾ ആഘോഷിപ്പാൻ തക്കവണ്ണം ആയുസ്സും ആരോഗ്യവും അവസരവും തന്നു എന്നുള്ളത് ഒരു നിസ്സാര കാര്യമല്ല. സമയം നമ്മെ നോക്കി നിൽക്കാറില്ല. സമയം നാം അറിയാതെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എപ്പോൾ സമയം തുടങ്ങിയെന്ന് നമുക്കറിയില്ല, എപ്പോൾ സമയം അവസാനിക്കുന്നെന്നും നമുക്കറിയില്ല. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ബഹുമാനപ്പെട്ട ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ബഹുമാനപ്പെട്ട ദിനേശ് ബാബു അച്ഛൻ നമ്മുടെ CSI പള്ളിയുടെ വികാരിയാണ്. അച്ഛനൊരു നല്ല പ്രസംഗകനാണ്, നല്ല ഓർഗനൈസറാണ്. അച്ഛൻ എല്ലാവരോടും വളരെ ഭവ്യമായി ഇടപെടുകയും എല്ലാ കാര്യങ്ങളും വളരെ ശുഷ്കാന്തിയോടെ ചെയ്തു തീർക്കുകയും ചെയ്യുന്ന ഒരു വന്യ പുരോഹിതനാണ്. അച്ഛനെ നമ്മുടെ ക്രിസ്മസ് ആഘോഷ ദിവസത്തിൽ ഒരു മെസ്സേജ് തന്ന്, മുഖ്യ സന്ദേശം തന്ന് നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട് ക്ഷണിച്ചപ്പോൾ അച്ഛൻ സദയം സ്വീകരിച്ചു. വരാമച്ച എന്ന് പറഞ്ഞു. മറ്റൊരു പള്ളിയിലും അച്ഛനെ വിളിച്ചിട്ടുണ്ട്, അവിടെയും അച്ഛന് പോകേണ്ടതുണ്ട്. എന്നിട്ടും അച്ഛന് നമ്മുടെ റിക്വസ്റ്റ് സ്വീകരിച്ചു. അച്ഛൻ നമ്മുടെ നടുവിലേക്ക് വന്നിരിക്കുന്നു. ഈ ഇടവകയുടെ പേരിൽ ആദരണീയനായ ദിനേശ് ബാബു അച്ഛനെ ഈ ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഇടവകയുടെ നെടുംതൂണായി നിന്ന് പ്രവർത്തിക്കുന്ന സുനു, ബിനു, ട്രസ്റ്റി സെക്രട്ടറി. അവരുടെ പേരുകൾക്ക് തന്നെ നല്ല പ്രാസമാണ്. അവർ യാതൊരു മടിയും കൂടാതെ ഏതൊരു കാര്യം പറഞ്ഞാലും അതവർ മനസ്സിലാക്കുകയും വേണ്ടതായ എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. രണ്ടുപേരെയും ഒരുമിച്ച് ഈ ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ കൺവീനേഴ്സായിട്ട് നമ്മളാക്കിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട മിസ്റ്റർ സുനിൽ ബേബി, സന്തോഷ്, മനോജ് എന്നിവരാണ്. അവർ ഏറ്റതായ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നു. അവരാണ് വാസ്തവത്തിൽ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത്. എന്നാൽ ഇടവകയ്ക്ക് വേണ്ടി അവരെ ഈ ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പള്ളിയുടെ മാനേജിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്.
ഏതൊരു പോളിസി ഡിസിഷനും പൊതുയോഗമെടുത്താലും ആ പൊതുയോഗത്തിൻ്റെ ഡിസിഷൻസ് എല്ലാം കൂട്ടുത്തരവാദിത്വത്തോടുകൂടി കമ്മിറ്റിയും അതുപോലെ തന്നെ ട്രസ്റ്റിയും സെക്രട്ടറിയും ഒക്കെ അച്ഛനുമൊക്കെ ആലോചിച്ച് ഭംഗിയായിട്ട് ചെയ്യുന്നു. അത് നമ്മുടെ ഇടവകയിൽ വളരെ ഭംഗിയായി ചെയ്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരെയും, കമ്മിറ്റിക്കാരെല്ലാവരെയും ഈ ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ വനിതാ സമാജം, അതുപോലെ തന്നെ OCYM, സൺഡേ സ്കൂൾ തുടങ്ങിയ ആത്മീയ പ്രസ്ഥാനങ്ങളുടെ ഭാരവാഹികൾ, അതിൻ്റെ മെമ്പേഴ്സ്, അവരെ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ ഇടവകയിലെ ആബാലവൃദ്ധം എല്ലാവരെയും, ഓഡിയൻസാണ് ഏതൊരു ഫംഗ്ഷൻ്റെയും പ്രധാനപ്പെട്ട ഘടകം. അവരില്ലെങ്കിൽ പിന്നെ പ്രോഗ്രാമിന് പ്രസക്തിയില്ല. എല്ലാവരെയും, ഇടവകയിലെ ആബാലവൃദ്ധ എല്ലാവരെയും ഈ ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ അധ്യാപകർ, അതുപോലെ തന്നെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ, അവരുടെ പ്രോഗ്രാമാണ് കൂടുതൽ. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുടെയാണ്. അവർ അധ്യാപകരും അതുപോലെ തന്നെ അവരെ ട്രെയിൻ ചെയ്യുന്ന അധ്യാപകരും എല്ലാവരെയും അഭിനന്ദിക്കുന്നു. നമുക്ക് വളരെ മനോഹരമായ ഒരു പ്രോഗ്രാമാണ് നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. വളരെ മനോഹരമാണ്. കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം എല്ലാം വളരെ ഭംഗിയുള്ളതാണ്, വെൽ പ്രിപ്പയർഡ് ആണ്. നല്ല ഒരു പ്രോഗ്രാമിൻ്റെ അവതരണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെയും സൺഡേ സ്കൂൾ അധ്യാപകരെയും എല്ലാവരെയും ഈ ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് നമസ്കാരം. ദൈവത്തിന് സ്തുതി.